അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തും പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഊതി വീർപ്പിച്ച് അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഓരോ രാജ്യങ്ങളും നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാർത്തകൾ കൊണ്ട് ഏറ്റവും അധികം ഇടം പിടിച്ചിരിക്കുന്ന ഒരിടമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. വലിയ വലിയ ഹെഡിങ്ങുകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിപ്പിച്ച് പണം നേടാനുള്ള വ്യാമോഹത്തോടുകൂടി ഓരോ ചാനൽ തുടങ്ങി എന്തു പറഞ്ഞാലാണ് ഏറ്റവും അധികം വൈറലാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ആ വീഡിയോ കാണാൻ തയ്യാറാകുന്നത് എന്നുള്ള ചിന്താഗതിയിലൂടെ മനുഷ്യൻ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയം മതമാണ്. കാരണം ഏതൊരുവനും തൻ്റെ അമ്മയെ പറഞ്ഞാൽ ദഹിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേപോലെയാണ് ഓരോ വ്യക്തികളുടെയും വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൽ കയറി ഒന്ന് തിരികൊളുത്തിയാൽ ആ വിശ്വാസികൾ മൊത്തം ഇളകുകയും തന്മൂലം താൻ പറഞ്ഞ വിഷയത്തിന് അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള ആളുകളെ കിട്ടുമെന്ന് ഓരോ വ്യക്തികളും ഓരോ വീഡിയോയും വാച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം വീഡിയോകൾ ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അധികം റീച്ച് കിട്ടുന്ന ചാനലുകൾ നമുക്കറിയാം. ഓരോ വാർത്തകളും ഓരോ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കൊണ്ട് വാർത്തകൾ ആഘോഷമാക്കുന്ന പല ചാനലുകളുമുണ്ട്. അവിടുത്തെ ദുഃഖമാണ് അവർ പറയുന്നതെങ്കിലും ഏറ്റവും അധികം റേറ്റിംഗ്സ് തനിക്കാണ് കിട്ടുന്നതെന്നുള്ള സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് അവരാ ദുഃഖം പറയുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷൻ പോലും ഓരോ ചാനലുകാരും വാശിയോടുകൂടി വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ഏറ്റവും അധികം പ്രേക്ഷകരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നന്നായി സംസാരിക്കാൻ കഴിവുള്ള നല്ല നല്ല ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു കമൻ്ററി പോലെ ഇലക്ഷൻ റിപ്പോർട്ട് വായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപോയി. അതുപോലെ തന്നെ ദുരന്തമുഖങ്ങളിലേക്ക് നോക്കി മനഃപൂർവ്വം വർഗീയത വിളമ്പുന്ന ചില വ്യക്തികളെയും നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു 29 വയസ്സുകാരൻ അവൻ ആ ദുരന്തമുഖത്തെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ, അത് വല്ലാത്തൊരു രീതിയിൽ വൈറലാകുകയും അവനെതിരെ ധാരാളം മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ആ പ്രതികരണങ്ങൾ ഓരോ ചാനലുകാരും ഇറക്കുമ്പോൾ അവരവരുടെ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്തതാരാണോ അവരുടെ ചാനലിലേക്ക് ധാരാളം ആളുകൾ കയറുന്നു. ഒരുവൻ മോശം പറഞ്ഞുകൊണ്ടും മറ്റവൻ അവനെ മോശം പറഞ്ഞുകൊണ്ടും രണ്ടുപേരും മോശങ്ങളിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവനെ പോലീസ് പിടിച്ചുവെന്നും അവൻ തൻ്റെ വീഡിയോ വൈറലാകാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെയുള്ള ന്യൂസുകൾ കാണാനിടയായിട്ടുണ്ട്. ഞാനിതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള വിശ്വാസത്തിലുള്ള പല മതസ്ഥരുമുണ്ട്. ആത്മാർത്ഥമായ രീതിയിൽ പരസ്പരം മാനിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് എല്ലാ മതസ്ഥരും.
പക്ഷേ ചില മതസ്ഥർക്ക് ഇടയിൽ ചില ന്യൂനപക്ഷങ്ങൾ എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചില കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങൾ കൊണ്ട് മനുഷ്യരെ കൺഫ്യൂഷനിലാക്കിക്കൊണ്ട് നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്നവരെ എങ്ങനെയൊക്കെ മോശമാക്കാൻ പറ്റും എന്നുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ ഇത് കാണുമ്പോൾ വല്ലാതെ മാനസികമായി തളരുകയും ഒരുപക്ഷെ വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളാണുള്ളത്. എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ വാർത്തയെല്ലാം ഒരു ഫേക്ക് ഐഡിയിൽ നിന്നുകൊണ്ടാണെന്ന് പറയുന്ന വീഡിയോകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തമായ ഒരു പ്രൊഫൈലില്ലാതെ മറ്റാരുടെയൊക്കെ പേരിൽ പ്രൊഫൈൽ ചിത്രീകരിച്ച് ആ പ്രൊഫൈലിലൂടെ മോശം കമൻ്റ് ഇട്ടുകൊണ്ട്, എന്തിനേറെ ഈ പറയുന്ന ദുരന്തമുഖത്ത് ഒരു മനുഷ്യൻ അയാളുടെ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ഒരു സംഭവം നമുക്ക് കാണാനിടയായി. അദ്ദേഹം ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ മോശമായ പ്രതികരണങ്ങൾ നടത്തിയത്. മനുഷ്യൻ വല്ലാത്തൊരു അന്ധതയിലേക്ക് തരം താണു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ജീവിക്കാൻ പണം വേണം, പക്ഷെ പണം എങ്ങനെ ഉണ്ടാക്കും? അതിനൊരു മാർഗവുമില്ല. ഒരാൾ പറഞ്ഞ പോലെ വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ് ഇന്ന് ഏറ്റവും അധികം ആളുകൾ. തൻ്റെ മുമ്പിൽ കാണുന്ന കൗതുകകരമായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്ത, പെട്ടെന്ന് വലിയ സ്റ്റൈലിൽ നടക്കാനുള്ള ചിന്ത, നല്ലൊരു വാഹനം വാങ്ങാനുള്ള ചിന്ത, അങ്ങനെ പലതിനോടുള്ള ഭ്രമം ഓരോ ചെറിയ കുട്ടികൾക്ക് വരെയും ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഈ സംഭവം പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവത്തെ ഞാൻ ഓർത്തു പോവുകയാണ്. വളരെ ദാരിദ്ര്യമായ ഒരവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോഴും ഒരാളുടെയും മോഷ്ടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പണം സമ്പാദിക്കാനോ ഒന്നും നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആ ഒരു മുഹൂർത്തത്തിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മുടെ കുടുംബം മെച്ചപ്പെടുത്താനുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ നാട്ടിൽ ഒരു സംഭവം നടന്നു. ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് പണം കളവ് പോയിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷെ വിഷയം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടന്നത് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. ഈ കഥ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. കവിതാ തിയേറ്ററിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. ഒരു കുട്ടിയുടെ കുറച്ച് കുട്ടികൾ, ആ കുട്ടികളുടെ പ്രായം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. 10, 12, 13 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ്. ഈ കുട്ടികൾ നല്ല ടീഷർട്ടും നല്ല പാൻറ്റും അതുപോലെ തന്നെ പുതിയ സൈക്കിളും ഒക്കെ ആയിക്കൊണ്ട് ഈ തിയേറ്ററിൽ സിനിമ കാണാൻ നിൽക്കുന്ന ആ കുട്ടികളെ ചിലർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു കുട്ടി തൻ്റെ അരയിൽ നിന്നും വലിച്ചെടുത്ത നോട്ടുകെട്ടിൽ നിന്നും പൈസ എടുത്തു കൊടുക്കുന്നത് ഒരാൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളത് തിയേറ്ററുകാരെ വിവരമറിയിക്കുകയും അവരെ വാച്ച് ചെയ്യുകയും പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് അവരെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവരെ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് ഒരു വലിയ കഥ പുറത്തേക്ക് വരുന്നത്. സംഭവം, അതിലൊരു കുട്ടി ഈ പ്രമുഖൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മകനാണ്, അവിടെ ജോലിക്ക് നിൽക്കുന്ന. അദ്ദേഹം ആ വീട്ടിൽ വരുന്നതും അദ്ദേഹം പണം വെക്കുന്നതുമൊക്കെ ഈ ജോലി ചെയ്യുന്ന ആ സ്ത്രീയുടെ കുട്ടി കാണാനിടയാവുകയും അത് കണ്ടുകൊണ്ട് തൻ്റെ കൂട്ടുകാരോട് ഈ വിഷയം സംസാരിക്കുകയും രാത്രി ആ കുട്ടി ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുകയും മറ്റുള്ള കുട്ടികൾ പാതിരാക്ക് ഈ വീട്ടിൽ കയറി അവിടെയുള്ള പണം മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു വല്ലാത്തൊരു കഥ.
അപ്പോൾ ഈ പണം പല സ്ഥലത്തും ഈ കുട്ടികൾ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് പറയുന്നത്, ഈ സംഭവം നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അക്കാലത്ത് പോലും ഒരു കുട്ടിയുടെ മനസ്സിൽ അത്തരമൊരു ചിന്ത പണത്തിനോട് വന്നെങ്കിൽ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ എത്രയോ മാറിയിരിക്കുന്നു. അതുകൊണ്ട് പലതരത്തിലുള്ള ചിന്തകളിലൂടെ മയക്കുമരുന്ന്, അതുപോലെ തന്നെ മറ്റിതര ലോബികളിലൊക്കെ ഇടപെടുന്ന ചെറുപ്പക്കാരായ പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പേര് കാണുമ്പോൾ നമുക്ക് വല്ലാതെ പ്രയാസം തോന്നുകയാണ്. ഒരു മുസൽമാൻ്റെ പേര് കാണുമ്പോൾ മുസ്ലിങ്ങൾക്കും, ഒരു ക്രിസ്ത്യാനിയുടെ പേര് കാണുമ്പോൾ ക്രിസ്ത്യാനികൾക്കും, ഒരു ഹിന്ദുവിൻ്റെ പേര് കാണുമ്പോൾ ഹിന്ദുവിനും സങ്കടമുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ ഇവരെല്ലാം മതപരമായിട്ട് യാതൊരു അറിവുമില്ലാത്തവരാണെന്നും മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകാത്തവരാണെന്നും സങ്കടപ്പെടുന്ന മതവിശ്വാസികൾ മനസ്സിലാക്കാതെയാണ് സങ്കടപ്പെടുന്നത്. മൊത്തത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വർഗീയപരമായ നിലപാട് നിലകൊള്ളുന്നിടത്തോളം കാലം ഒരു മുസൽമാൻ്റെ പേര് അറിയപ്പെട്ടാൽ മറ്റ് മതക്കാർ അത് ആഘോഷമാക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ പേര് വന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരും ആഘോഷമാക്കുകയാണ്. ഇങ്ങനെ പരസ്പരം വാശിയോട് കൂടിയിട്ടുള്ള മത്സരങ്ങളുടെ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ എങ്ങനെയെല്ലാം പരസ്പരം തമ്മിൽ തല്ലിക്കാൻ പറ്റുമെന്നാലോചിക്കുന്ന ഏതോ ഒരു കുതന്ത്ര ശക്തികൾ ബുദ്ധിപരമായി ചെയ്യുന്ന തന്ത്രങ്ങളെ നല്ലവരായ എല്ലാ മതവിശ്വാസികളും തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ഹിന്ദുക്കളെല്ലാവരും വളരെ സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞു പോന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലേക്ക് വാണിജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വന്ന പല മതവിഭാഗങ്ങളുമുണ്ട്. ഓരോ മതവിഭാഗക്കാരും ഇവിടെ വന്നുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഈ കേരളത്തിൽ സ്ഥാനമുറപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഥാനമുറപ്പിച്ചതെന്ന് ചരിത്രം പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഈ നാട്ടിൽ ഒരു ഹിന്ദു ഉണ്ടായിരുന്നോ, ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ, ഒരു മുസൽമാൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓരോ മതങ്ങളും ഓരോ രാജ്യത്തു നിന്ന് കടന്നു വന്നതാണ്. ഓരോ മതങ്ങളും ഇവിടെ വലുതായത് യഥാർത്ഥത്തിൽ ഇന്ന് ഹിന്ദുക്കൾ, നല്ലവരായ ഹിന്ദുക്കൾ, വളരെ സ്നേഹമുള്ള ആളുകൾ, പൊതുവെ ഹിന്ദുക്കൾ എന്നുള്ളൊരു വാക്കില്ല എന്നും അൽ ഹിന്ദു എന്ന് അങ്ങനെ വിളിപ്പേര് വന്നതാണെന്നും ഒരു സനാതന ധർമ്മമാണ് ഇതെന്നും ഒക്കെയുള്ള, അപ്പോൾ മതം എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസൽമാനും ഉള്ളൂ. ഹിന്ദു എന്നുള്ളൊരു പേര് അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മതവും ഇല്ലാതെയായി പോവുകയാണ്. അപ്പോൾ അവിടെ സാഹോദര്യത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയ ഒരു നല്ല മനുഷ്യർ ഉള്ള ആ കാലത്ത് ചില തെമ്മാടികളായ ജന്മികളും ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഓർക്കണം. അത്തരം തെമ്മാടികളായ ജന്മികളുടെ അടിമകളായി ജീവിച്ചു പോയ അനേകം ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥയിൽ ഉയർന്ന ജാതിക്കാരുടെ അടിമകളെപ്പോലെ ജീവിതം നയിച്ച ഒരുപാട് മനുഷ്യരെ ക്രൂരമായി ക്രൂശിച്ച, അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ കഥകളെല്ലാം നമുക്കതിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഒരു സ്ത്രീയുടെ മാറിടം വളർന്നാൽ അതിന് കരം കൊടുക്കുന്നൊരവസ്ഥ, ഇതൊക്കെ എങ്ങനെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയായിപ്പോയി, അല്ലെങ്കിൽ ആരാണ് ആ കരം പിരിച്ചത് എന്നൊക്കെ നമ്മൾ ചരിത്രം പഠിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ വളരെയധികം വേദനയോടുകൂടി നിൽക്കുമ്പോൾ, തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്നൊരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, ഇവിടേക്ക് കുടിയേറി വന്ന ക്രിസ്ത്യൻ സമുദായം അത്തരക്കാരെ ആശ്വസിപ്പിക്കാൻ തയ്യാറാവുകയും ഏറെക്കുറെ ആളുകൾ ആ മതത്തിലേക്ക് കുടിയേറുകയും ചെയ്തു.
അതുപോലെ തന്നെ ഇസ്ലാമിലേക്കും കടന്നു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായ സത്യം. അല്ലാതെ ഹിന്ദുക്കൾ അവരുടെ മതം ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മതത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടോ മതം മാറിയതല്ല. ആ സമയത്ത് ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി ആരാണോ തനിക്ക് തണൽ തരുന്നത് ആ തണലിലേക്ക് അവർ ആശ്രയം തേടി കടന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചരിത്രം പരിശോധിക്കുന്ന എത്ര ആളുകളുണ്ട്, ചരിത്രം വ്യക്തമായ രൂപത്തിൽ അറിയുന്ന എത്ര ആളുകളുണ്ട്. എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ട മുറിക്കഷ്ണങ്ങളല്ലാതെ ഒരു പൂർണ്ണമായ ഒരറിവ് ഒരു വ്യക്തിക്കും ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനങ്ങളാണ് നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വരുന്നത്. കാരണം അവനിക്ക് അത്രയേ അറിയുള്ളൂ. പൂർണ്ണമായ ഒരറിവുള്ളവനിക്ക് അത് വിളിച്ചു പറയുമ്പോൾ പൂർണ്ണതയില്ലാത്തവനിക്ക് പൂർണ്ണതയില്ലാത്ത ഉത്തരം നൽകാനേ കഴിയുകയുള്ളൂ എന്ന് പൂർണ്ണതയുള്ള ഓരോ മനുഷ്യരും തിരിച്ചറിയുകയും പൂർണ്ണതയില്ലാത്തവൻ അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരാളെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ പറ്റും, നല്ല സ്നേഹമുള്ള ആളുകളെ എങ്ങനെ തമ്മിൽ തെറ്റിപ്പിക്കാൻ പറ്റും, ഇന്ന് ഏറ്റവും വലിയ സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുതന്നെയാണ്. എങ്ങനെ ഭിന്നിപ്പിക്കാം, എങ്ങനെ ഈ സമുദായത്തെ നമുക്ക് വേർപെടുത്താം, എങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും അതിലൊരു ഭിന്നത കൊണ്ടുവരാനായി തന്ത്രം മെനയുന്ന ചില ശകുനികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം ശകുനികൾക്കിടയിലേക്ക്, ധാരാളം ശകുനികൾക്കിടയിലേക്ക് ലോകത്തിൻ്റെ തുടക്കം മുതൽ അത്തരം ശകുനികളെ കൊണ്ട് പ്രയാസമനുഭവിച്ച മനുഷ്യരാശികൾക്കിടയിലേക്ക് സമാധാനത്തിൻ്റെ കാൽവയ്പ്പുകളുമായി കടന്നു വന്ന ഓരോ പ്രവാചകന്മാരും അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ തയ്യാറായ അവസ്ഥകൾ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ സാന്ത്വനം കൊണ്ടും അതുപോലെ തന്നെ ധാർഷ്ട്യം കൊണ്ടും ഒക്കെ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളും ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇസ്ലാം ഒരു വാളെടുത്ത മതമാണെന്ന്, വാളുകൊണ്ടുണ്ടായ മതമാണെന്ന് ചിലർ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും വാളുകൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ യുദ്ധങ്ങളും എടുത്തു നോക്കൂ. മഹാഭാരത യുദ്ധം, കുരിശ് യുദ്ധം, ഇസ്ലാമിൽ ബദർ യുദ്ധം, ഹുദ് യുദ്ധം. യുദ്ധമില്ലാത്ത ഏത് മതമാണുള്ളത്? എല്ലാ മതങ്ങളും എന്തിനാണ് യുദ്ധം ചെയ്തത്? എന്തിനാണ് മഹാഭാരതത്തിലെ ആ കഥ വിവരിക്കുന്നത്? ആരോടാണ് അവർ യുദ്ധം ചെയ്തത്? ആ യുദ്ധം നമ്മൾ ഹിന്ദുക്കളായ നല്ല സഹോദരന്മാർ ചിന്തിക്കുക. മഹാഭാരത യുദ്ധം നടന്നത് എന്തിനാണ്? ആരോടാണ് അവർ യുദ്ധം നടത്തിയത്? മുസ്ലിങ്ങളോടാണോ? ക്രിസ്ത്യാനികളോടാണോ? ആരുമായിട്ടായിരുന്നു യുദ്ധം? നമ്മൾ എല്ലാ വശങ്ങളും ചിന്തിച്ച് ആലോചിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എല്ലാവരുടെയും അറിവെന്ന് പറയുന്നത് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന അറിവുകളും അതുപോലെ തന്നെ യൂട്യൂബിൽ ആരെങ്കിലും ഇടുന്ന വാക്കുകൾ കേൾക്കുമ്പോഴോ ഇതാണ് ശരി. ഇപ്പോൾ ഈ അടുത്ത് മറുനാടൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള പരസ്പര വാക്പോരുകൾ, ബോബി ചെമ്മണ്ണൂർ കള്ളനാണെന്നും താൻ കള്ളനല്ല എന്ന് തെളിയിപ്പിക്കാമെന്നും തമ്മിൽ പറഞ്ഞുകൊണ്ട് ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വീഡിയോയെല്ലാം കണ്ടപ്പോൾ എത്രയോ ആളുകളാണ് ഈ മറുനാടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈവിൽ കയറി. അപ്പോൾ അവരുടെ ചാനൽ ബൂസ്റ്റപ്പ് ആവുകയാണ്. ചെമ്മണ്ണൂർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളും അവർക്കിടയിലേക്ക് കയറുകയാണ്. ഏറ്റവും അധികം വ്യൂസ് വരുമ്പോഴാണ് ഏറ്റവും അധികം പണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും അധികം വ്യൂസ് വരാനുള്ള മാർഗം എന്താണ്? അതാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം ഒരു കള്ളനാണെങ്കിൽ, അദ്ദേഹം തട്ടിപ്പ് നടത്തിയതാണെങ്കിൽ അത് പറയേണ്ടത് മറുനാടനല്ലല്ലോ. അതിനിവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അത്തരം സംശയമുള്ളപ്പോൾ അത് അന്വേഷിക്കേണ്ടത് അവരാണ്, ബോധ്യപ്പെടുത്തേണ്ടതും അവരെയാണ്. അല്ലാണ്ട് ചാനലുകളായിട്ട് നടത്തി താൻ ശരിയല്ല, എൻ്റെ ശരി, ഞാൻ ചാനലിനോട് ഇപ്പം ചാനലുകൾ തമ്മിലാണ് വാദം, കോടതിയൊന്നുമല്ല.
ചാനലുകാരാണ് വിധി എഴുതുന്നത്. അപ്പം ഇതിലൊക്കെ അന്തം വിട്ട് അതിലേക്കൊക്കെ നോക്കി മാനസിക സന്തോഷം അനുഭവിക്കുന്ന കുറേ മനോരോഗികളുണ്ട്. ഈ മനോരോഗികളാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. ഈ ദുരിതമുഖത്തേക്ക് നോക്കി ഒരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയ വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് വയനാട് നിലകൊള്ളുന്നതെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ മരിച്ചത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ചില വീഡിയോകളും കാണാനിടയായി. ഇതെന്തുകൊണ്ട് മലപ്പുറത്ത് സംഭവിച്ചില്ല എന്ന് പറയുന്ന ആളുകളെ കാണാനിടയായി. പക്ഷെ ഇതൊക്കെ പറയുന്നത് ആരാണ്? ഇവിടുത്തെ ഹിന്ദുക്കളല്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് പറയുന്നവരാരാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ഒരു ഹിന്ദുവിനെ തരം താഴ്ത്തുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ല. ആ പറയുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂരുള്ള മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു അവരുടെ ആ പരിശ്രമത്തിലുണ്ടായ ഒരു പള്ളിയാണ്. ആരാണ് ആ പള്ളിക്ക് ഇടം കൊടുത്തത് എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ചേരമാൻ പെരുമാൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും സലാലയിൽ അദ്ദേഹത്തിൻ്റെ ഖബറിടമുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ എല്ലാ മതസ്ഥരും ഒന്ന് ചിന്തിക്കണം. ആ പള്ളിയുടെ പേര് ഇന്നും ചേരമാൻ പള്ളി എന്നാണ്. എന്തുകൊണ്ട് ആ പള്ളിക്കൊരു മുസ്ലിം നാമം ഉണ്ടായില്ല? മാലിക് ബിൻ ദിനാറാണ് അതിന് നേതൃത്വം കൊടുത്തതെങ്കിൽ അവിടെ ഒരു ഇസ്ലാമിക പേരല്ലേ വരേണ്ടത്? മുഹീദ്ദീൻ പള്ളി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരല്ലേ വരേണ്ടത്? ആരാണോ സംഭാവന ചെയ്തത്, ആ സംഭാവന ചെയ്ത ആൾ പോലും മതം മാറി. എന്നിട്ട് പോലും ആ പള്ളിയുടെ പേരിന്ന് അവരുടെ ആ ഹൈന്ദവ കുടുംബത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ചേരമാൻ പള്ളി എന്നറിയപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ വർഗീയത കൊണ്ടുവന്നത് ആരാണെന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിൽ വർഗീയതയില്ല. വർഗീയത പറയുന്നത് ആരാണ്? നമ്മൾ ശരിക്കും എല്ലാവരുടെ അടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. നമ്മളൊന്ന് ചിന്തിക്കുക. വർഗീയത പറയുന്നത് ആരാണ്? ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ ഉദ്ദേശങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത്തരം ഉദ്ദേശശുദ്ധിയില്ലാത്ത ഈ മനുഷ്യർ അവരുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും തമ്മിൽ സ്പ്ലിറ്റാക്കുന്ന ഒരു കാര്യമാണ് മതസ്പർദ്ധ വളർത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ചില ഏജന്റുമാർ വരെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം ഹെഡിങ്ങുകൾ കാണുമ്പോൾ മുസ്ലിങ്ങളുടെ ഉള്ളിലും ക്രിസ്ത്യാനിയുടെ ഉള്ളിലും ഹിന്ദുക്കളുടെ ഉള്ളിലൊക്കെ വേദന ഉണ്ടാവുകയാണ്. നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി ചിരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ രഹസ്യ വിദ്വാൻമാർ നടത്തുന്ന ഇത്തരം മെസ്സേജുകൾ പരസ്പരം തമ്മിൽ തല്ലിപ്പിച്ച് നടുക്കിരുന്ന് ചോര കുടിക്കുന്ന ഇത്തരം ചെകുത്താന്മാരെ നമ്മളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആക്രമിച്ചില്ലെങ്കിൽ, അവരെയൊക്കെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും പല തട്ടുകളിലായി പോകും. അതുകൊണ്ട് എല്ലാ ആളുകളും എന്തെങ്കിലും കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഹെഡിങ് കാണുമ്പോൾ, ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹിന്ദുവിൻ്റെ കമൻറ്റ്, ഒരു ഹിന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ മുസൽമാൻ്റെ പേരിലുള്ള ഒരുത്തൻ്റെ കമൻറ്റ്, ഒരു ക്രിസ്ത്യാനിനെ പറയുമ്പോൾ വേറൊരു വിഭാഗത്തിൻ്റെ കമൻറ്റ്, അങ്ങനെ കമൻറ്റുകൾ കൊണ്ട് കമൻറ്റ് ബോക്സുകൾ നിറയുകയാണ്. നമ്മളൊക്കെ ആഹാരം കഴിച്ച് കുടുംബത്തെ നോക്കി, കുടുംബത്തെ സ്നേഹിച്ച് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് നാളെ ഈ സമുദായത്തിൽ നല്ലൊരു മാതൃകയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട രക്ഷിതാക്കളൊക്കെ ഇന്ന് കണ്ടില്ലേ? ഈ പറയുന്ന 29കാരൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് അവൻ്റെ തന്തയ്ക്ക് വരെ വിളിക്കേണ്ട ഒരു സാഹചര്യം, അയാൾ വരെ തെറി കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവൻ്റെ അമ്മയ്ക്ക് അത് കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്നേഹബന്ധങ്ങളെല്ലാം എവിടെയൊക്കെയോ തകർന്നടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ കുടുംബത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിലൊരു ഐക്യമില്ല. എല്ലാവരുടെ കയ്യിലും ഓരോ മൊബൈലാണ്. ഇന്ന് അവൻ്റെ ലോകം ആ മൊബൈലാണ്. അതിൽ വരുന്ന വാർത്തകളാണ്. അവൻ്റെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് അതിലെ ഓരോ മെസ്സേജുകളുമാണ്. അവനൊരു മുസൽമാനാണെങ്കിൽ ഇത്തരം വർഗീയ
കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവനും ഒരു വർഗീയവാദിയായി മാറുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവൊക്കെ, അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമില്ലാതെ വളരുന്ന മക്കളൊക്കെ, പ്രായമുള്ളവനായാലും പ്രായമില്ലാത്തവനായാലും സ്വന്തം കുടുംബത്തിന് മാന്യത ഇല്ലാത്ത ആളുകളൊക്കെ വർഗീയവാദികളായി മാറും. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ നന്മയുടെയും അടിസ്ഥാനം ഒരു തറയാണ്. പക്ഷേ മനുഷ്യരൊക്കെ വല്ലാത്തൊരു തറയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലവരെ നമുക്ക് കാണാം. കണ്ടില്ലേ, ആ ഒരു ചെക്കൻ, അവനൊരുത്തനേ ഉള്ളൂ. അവനൊരുത്തനെയാണ് പരിഹസിച്ചത്. പക്ഷേ അവനെ നേരിട്ടത് ഒരുപാട് ആളുകളാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവനെ നേരിട്ടു. അതാണ് സൗഹാർദ്ദം. അപ്പോൾ ഒരുത്തനാണ് ഇവിടെ കീടമായി കടന്നു വരുന്നത്. അങ്ങനെ മുസ്ലിം പേരുള്ള ചില കീടങ്ങളുണ്ട്, ക്രിസ്ത്യൻ പേരുള്ള ചില കീടങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദു നാമമുള്ള ചില കീടങ്ങളുമുണ്ട്. ഇത്തരം കീടങ്ങളെ എല്ലാ മതസ്ഥരും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട ആ ഒരു ഉറുമ്പിനെ ഓടിക്കാൻ ഉറുമ്പോടിയിടുന്നത് പോലെ ഇത്തരം കീടങ്ങളെ നശിപ്പിക്കാനുള്ള പൊടി നമ്മൾ കണ്ടെത്തി സൗഹാർദ്ദത്തോടുകൂടി അത് വിതറിയാൽ ഈ രാജ്യം നന്നാകും, ഈ ഭാരതം നന്നാകും. എല്ലാവർക്കും നല്ല ചിന്തകളും നല്ല സൗഹാർദ്ദവും നല്ല മനസ്സും ഉണ്ടാകട്ടെ. ഇവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്ന ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിക്കുക. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ദുരന്തമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വയനാട്ടിൽ ആ ദുരന്തം നടന്നത്. ഒരു സ്ഥലം അങ്ങനെ തന്നെ മാഞ്ഞുപോയി. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കഥയാണ് നമ്മൾ മുഴുങ്ങിക്കേൾക്കുന്നത്. അതിന് ചിലപ്പോൾ ഉറപ്പുണ്ടായിരിക്കാം, കുറേ വർഷങ്ങൾ ചിലപ്പോൾ നിൽക്കുമായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ഇത്തരം വർഗീയവാദികൾ ഒരുപക്ഷെ അത് പൊട്ടിച്ചെന്ന് തന്നെ വന്നേക്കാം. മുല്ലപ്പെരിയാർ ചിലപ്പോൾ പൊട്ടില്ലായിരിക്കും, പക്ഷെ പൊട്ടിക്കാൻ വേണ്ടി ചില ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. അങ്ങനെ തിരിച്ചറിയാതെ നിന്നാൽ ഏതെങ്കിലും ഒരു രാത്രി നമുക്കെല്ലാവർക്കും പകലില്ലാതെ പോകുമെന്ന് മനസ്സിലാക്കുക. നല്ലപോലെ ചിന്തിച്ച് എല്ലാ മതസ്ഥരും കൈകോർത്ത് സ്നേഹത്തോടെ ഐക്യത്തോടെ ഇത്തരം വർഗീയവാദികളെ ഉന്മൂലനം ചെയ്യാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം.